ഇപ്പൊ നമ്മൾ പോകുന്നത് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ അതിമനോഹരമായ കാഴ്ചകൾ ഉണ്ട്. അത് മഞ്ഞിൽ പൊതിഞ്ഞ കാഴ്ചകളാണ്. നമുക്കിവിടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്നുള്ള പർവ്വത നിരകളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ ആ വീഡിയോയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് ആ മഞ്ഞുമല, അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഞ്ഞുമലയുടെ ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 30 കിലോമീറ്റർ ഉണ്ട് ആ മഞ്ഞ് കൂടിക്കിടക്കുന്ന ആ സ്ഥലത്തേക്ക് എത്താൻ. അവിടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കാന്യാമ്മ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് 30 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. അങ്ങനെ സൂര്യരശ്മികളെ സ്വീകരിച്ചുകൊണ്ട്, യഥേഷ്ടം സ്വീകരിച്ചുകൊണ്ട്, അങ്ങനെ നമ്മുടെ പർവ്വത നിരകൾ മനോഹരമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ഈ കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എത്ര സുന്ദരമായ കാഴ്ചകളാണ്, എത്ര സുന്ദരമായ കാഴ്ച. ഇത് അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ് ഈ സ്ഥലം. നമ്മള് ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് എത്താൻ വളരെ ഏകദേശമുള്ള 300 കിലോമീറ്റർ വളരെ അപകടകരമായ ഒരു ഡ്രൈവിംഗ് തന്നെയാണ്. മിക്ക സമയങ്ങളിലും റോഡ് അടഞ്ഞു കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് TV മാധ്യമങ്ങളിൽ ഒക്കെ. വളരെ ദുഷ്കരമായ റോഡും കൂടെയാണ്. എന്നാലേ നമ്മൾ കാശ്മീരിലേക്ക് വരുമ്പോൾ, ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ റോഡൊക്കെ വളരെ നിരപ്പിലാണ് കിടക്കുന്നത്. പക്ഷെ അതിലിപ്പുറത്ത് ചെല്ലുമ്പോൾ പിന്നെയും കുന്നുകൾ നമുക്ക് കാണാം. നമ്മൾ വയനാട് ചുരമൊക്കെ കയറി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വയനാട് ചുരം താഴെ നിന്ന് അടിവാരത്ത് നോക്കുമ്പോൾ അതിഭയങ്കരമായ ഉയരത്തിലാണ് വയനാട് നിൽക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ നമ്മൾ വയനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വയനാട്ടിലെ മിക്ക ഭാഗങ്ങളും നിരപ്പാണ്. എന്നാൽ അതിനപ്പുറത്തെ കൊടുമുടികളും കുന്നുകളും ഒക്കെ നമുക്ക് അവിടെ കാണാം. അവിടെയും ഈ ഭാഗങ്ങളിലൊക്കെ നിരപ്പാണ്. പക്ഷെ എന്നാൽ അതിന് മറുവശം കൂടെ ഉണ്ട്. അതിഭയങ്കരമായ പർവ്വത നിരകൾ. നമുക്കറിയാം, കാർഗിലിനെ കുറിച്ചും ലഡാക്കിനെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാശ്മീരിൽ കാണാനായിട്ട് കഴിയും.